ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 2025 ജാനുവരി 1 മുതൽ 14 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തിടെ സ്വർ അഥവാ സംഭാഷണവും രേഖാമൂലവുമുള്ള വിശകലന വിഭവവും എന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. പ്രത്യേകിച്ച് ഭാഷയോ സാങ്കേതിക തടസ്സങ്ങളോ നേരിടുന്ന പൗരന്മാരുടെ തടസ്സമില്ലാത്ത സംഭാഷണ തിരിച്ചറിയൽ പ്രാപ്തമാക്കുന്ന ഭാഷിണി എന്ന AI സംവിധാനത്തിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. AI സംവിധാനത്തിലൂടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. 2025 25ാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ തിരുവള്ളൂർ പ്രതിമ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 25ാമത്തെ പ്രതിമയാണിത്. രജത ജൂബിലി ആഘോഷവേളയിൽ തമിഴ്നാട് സർക്കാർ പ്രതിമയെ ജ്ഞാനത്തിന്റെ പ്രതിമയായി പ്രഖ്യാപിച്ചു. തൻവിയിൻ പിറന്നാൾ എന്ന പുസ്തകം എഴുതിയത് യുമ വാസുകി. 2024 എഴുത്തുകാരി യുമ വാസുകിക്ക് ബാലസാഹിത്യ പുരസ്കാരം നേടിയ ഭാരതി പുത്തൻ കലയത്തിന്റെ മുദ്രയായ ബുക്സ് ഫോർ ചിൽഡ്രൻസിന്റെ തൻവിയിൻ പിറന്നാൾ അതായത് തൻവിയുടെ ജന്മദിനം എന്ന തമിഴ് കഥകളുടെ സമാഹാരത്തിന്റെ ഭാഗമാണ്. ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ആതിരപ്പള്ളി. മധ്യ കേരളത്തിലെ വിവാദമായ ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുടെ പരിസ്ഥിതി ആഘാത പഠനം നയാഗ്രഹ വിക്ടോറിയ മാതൃകയിൽ വൈദ്യുതി ഉൽപാദനം വിനോദസഞ്ചാരവുമായി സംയോജിപ്പിക്കുന്ന പദ്ധതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് ആറന്മുള. ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിച്ചത്? കിരിബത്തി ദ്വീപാണ് ആദ്യമായി പുതുവർഷം ആഘോഷിച്ചത്. സെൻട്രൽ പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്ന കിരിബത്തി അന്തർദേശീയ തീയതി രേഖയിലെ അതുല്യമായ സ്ഥാനം കാരണം പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ്. ഇതിന് വിപരീതമായി US-ലെ ജനവാസമില്ലാത്ത പ്രദേശങ്ങളായ ബേക്കർ ദ്വീപും ഹൗലാൻഡ് ദ്വീപും അവസാനത്തേതാണ്. ISROയുടെ PSLV C60 സ്പാർഡെക്സ് എന്നതിന്റെ പോയം 4 മൊഡ്യൂൾ ഏത് തീയതിയിലാണ് വിക്ഷേപിച്ചത്? 30 ഡിസംബർ 2024 വിക്ഷേപിച്ചത്. സാരണഭൂമിയുടെ പ്രാഥമിക ഭ്രമണപഥത്തിൽ SDX-01 ചേസ്, XDX-02 ടാർഗറ്റ് വികസിപ്പിക്കുന്നതിനുള്ള 2 ചെറിയ ബഹിരാകാശ വാഹനങ്ങൾക്കായി ലക്ഷ്യം. ദ്വിതീയ ലക്ഷ്യങ്ങളിൽ വൈദ്യുത ശക്തി കൈമാറ്റം പരീക്ഷിക്കലും ബഹിരാകാശ വാഹന നിയന്ത്രണം പ്രദർശിപ്പിക്കലുമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയുടെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? നൈജീരിയക്കാരെയാണ് ഏറ്റവും കൂടുതലായി നാട് കടത്തിയത്. 2023-24 രാജ്യത്ത് 2331 വിദേശികൾ നാട് കടത്തിയിട്ടുണ്ട്. അതിൽ 1470 പേർ നൈജീരിയയിൽ നിന്നും, 411 പേർ ബംഗ്ലാദേശിൽ നിന്നും, 78 പേർ ഉഗാണ്ടയിൽ നിന്നുമാണ്. 2024 ഡിസംബറിൽ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് അരുണിഷ് ചൗള. ബീഹാറിൽ നിന്നുള്ള 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ അരുണിഷ് ചൗളയെ അജയ് സേത്തിന്റെ പിൻഗാമിയായി ധനമന്ത്രാലയത്തിലെ പുതിയ റവന്യൂ സെക്രട്ടറിയായി നിയമിച്ചു. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ വിതുൽ കുമാർ UP കേഡറിൽ നിന്നുള്ള 1993 ബാച്ച് IPS ഉദ്യോഗസ്ഥൻ. 2024 ഡിസംബർ 31 അനീഷ് ദയാൽ സിംഗ് വിരമിച്ചതിനു ശേഷം CRPFന്റെ ഒഫീഷ്യൽ DG-ആയി നിയമിതനായി. 2009 ഇൻസ്പെക്ടർ ജനറലായും 2018 അഡീഷണൽ ഡയറക്ടർ ജനറലായും സ്ഥാനക്കയറ്റം ലഭിച്ചു. 2024 സെപ്റ്റംബറിൽ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായും നിയമിതനായി. 2025-26 വരെ നീട്ടിയ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ലക്ഷ്യമെന്താണ്? പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുന്നതിന്. പദ്ധതിയുടെ പേര് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി. ലോഞ്ച് ചെയ്ത തീയതി
ഫെബ്രുവരി 24, 2019. പ്രത്യേകം നോക്കുക. ഫെബ്രുവരി 24, 2019. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: കർഷകരുടെ സാമ്പത്തിക ലക്ഷ്യം. ആവശ്യങ്ങൾക്ക് അനുബന്ധമായി സാമ്പത്തിക നേട്ടം രൂപ പ്രതിവർഷം 6000 തവണകൾ 3 തുല്യ 4 മാസ ഗഡുക്കളായി ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ മോഡ്: ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മോഡ്. കൈമാറ്റം ചെയ്ത ആകെ തുക രൂപ 2.81 ലക്ഷം കോടി. ഗുണഭോക്താക്കൾ രാജ്യത്തുടനീളം 11 കോടിയിലധികം കർഷകർ. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജൻസ് എന്ന പേരിൽ ഒരു പുസ്തകം 2024 ജാനുവരി 2 പുതുതായി പ്രകാശനം ചെയ്തത് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ. പ്രസിദ്ധീകരിച്ചത് നാഷണൽ ബുക്ക് ട്രസ്റ്റ്. ഈ പുസ്തകം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയുടെ ഭൗമ സാംസ്കാരിക ഐക്യം രേഖപ്പെടുത്തുന്നു. 8000 വർഷത്തിലേറെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡോക്ടറുടെ അവിഭാജ്യ പങ്ക് ഈ പുസ്തകം എടുക്കുന്നു. 2024 വനിതാ ലോക ബ്ലേസ്റ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ WGMR വൈശാലി നേടിയ മെഡൽ ഏതാണ്? വെങ്കലം. ക്വാർട്ടർ ഫൈനലിൽ ചൈനയുടെ ഷു ജിനാറിനെ പരാജയപ്പെടുത്തിയ വൈശാലി സെമിയിൽ മറ്റൊരു ചൈനീസ് എതിരാളിയായ ജു വെഞ്ചറിനോട് തോറ്റിരുന്നു. ഇന്ത്യ ആദ്യമായി മെഡൽ നേടിയ ഓൺലൈൻ ഒളിമ്പ്യാഡ് 2020 സ്വർണ്ണ മെഡൽ നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു വൈശാലി. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുകയും വേണം. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വീണ്ടും ഇതിന്റെ ബാലൻസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വളരെ വളരെ നന്ദി. ഇനി നമുക്ക് വീണ്ടും കാണാം.